ഓം ശാന്തി. 9/1/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, മുതുമുത്തച്ഛൻ അർത്ഥം സർവധർമ്മ പിതാക്കന്മാരുടെയും ആദി പിതാവാണ് പ്രജാപിത ബ്രഹ്മാവ്. അദ്ദേഹത്തിൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് നിങ്ങൾ കുട്ടികൾ മാത്രമാണ് അറിയുന്നത്. ചോദ്യം: കർമ്മങ്ങളെ ശ്രേഷ്ഠമാക്കി മാറ്റാനുള്ള പുരുഷാർത്ഥം എന്താണ്? ഉത്തരം: ഈ ജന്മത്തിലെ ഒരു കർമ്മവും ബാബയിൽ നിന്ന് ഒളിപ്പിച്ചു വെക്കരുത്. ശ്രീമതമനുസരിച്ച് കർമ്മം ചെയ്യുകയാണെങ്കിൽ ഓരോ കർമ്മവും ശ്രേഷ്ഠമാകും. എല്ലാത്തിൻ്റെയും ആധാരം കർമ്മമാണ്. അഥവാ എന്തെങ്കിലും പാപകർമ്മം ചെയ്ത് ഒളിപ്പിച്ചു വെക്കുകയാണെങ്കിൽ അതിന് 100 മടങ്ങ് ശിക്ഷ ലഭിക്കും. പാപം കൂടിക്കൊണ്ടിരിക്കും. ബാബയിൽ നിന്നും യോഗം മുറിഞ്ഞു പോകും. പിന്നീട് ഇങ്ങനെ ഒളിപ്പിക്കുന്നവരുടെ സത്യനാശവും സംഭവിക്കുന്നു. അതിനാൽ സത്യമായ ബാബയോടൊപ്പം സത്യമായിട്ടിരിക്കൂ. ഓം ശാന്തി. മധുരമായ കളഞ്ഞുപോയി തിരികെ കിട്ടിയ കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ഈ പഴയ ലോകത്തിൽ കുറച്ച് ദിവസം മാത്രമുള്ള യാത്രക്കാരാണ്. 40,000 വർഷം ഇനിയും ഇരിക്കണമെന്നാണ് ലോകത്തിലെ മനുഷ്യർ മനസ്സിലാക്കുന്നത്. നിങ്ങൾ കുട്ടികൾക്ക് നിശ്ചയമുണ്ടല്ലോ. ഈ കാര്യം മറക്കാതിരിക്കൂ. ഇവിടെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ ഗദ്ഗതം ഉണ്ടായിരിക്കണം. ഈ കണ്ണുകൾ കൊണ്ട് എന്തെല്ലാം കാണുന്നുവോ അതെല്ലാം നശിക്കാനുള്ളതാണ്. ആത്മാവ് അവിനാശിയാണ്. ഇതും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ആത്മാക്കളാണ് പൂർണ്ണമായും 84 ജന്മം എടുക്കുന്നത്. ഇപ്പോൾ ബാബ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ്. പഴയ ലോകം എപ്പോൾ പൂർത്തിയാകുന്നുവോ അപ്പോൾ പുതിയ ലോകമുണ്ടാക്കാൻ ബാബ വരുന്നു. പുതിയ ലോകത്തിൽ നിന്ന് പഴയത്, പഴയ ലോകത്തിൽ നിന്ന് പുതിയത്. ഈ ചക്രത്തിൻ്റെ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിൽ ഉണ്ട്. അനേക പ്രാവശ്യം നമ്മൾ ചക്രം കറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചക്രം പൂർത്തിയായി. പിന്നീട് പുതിയ ലോകത്തിൽ നമ്മൾ കുറച്ച് ദേവതകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മനുഷ്യർ ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ നമ്മൾ മനുഷ്യരിൽ നിന്നും ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഉറച്ച നിശ്ചയമുണ്ടല്ലോ. ബാക്കി എല്ലാ ആധാരവും കർമ്മത്തിൽ തന്നെയാണ്. മനുഷ്യർ തലകീഴായ കർമ്മം ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായും ഉള്ള് കാർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ബാബ ചോദിക്കുന്നത്, ഈ ജന്മത്തിൽ അതുപോലുള്ള പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് തന്നെയാണ് അഴുക്കായ രാവണരാജ്യം. രാവണൻ എന്നത് ഏത് വസ്തുവിൻ്റെ പേരാണ്? ഇതും നിങ്ങൾക്കറിയാം. ലോകർക്ക് അറിയുകയില്ല. രാമരാജ്യം വേണമെന്ന് ഗാന്ധിജിയും പറഞ്ഞിരുന്നു. പക്ഷേ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രാമരാജ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ബാബ മനസ്സിലാക്കി തരികയാണ്. ഇത് ഇരുട്ട് നിറഞ്ഞ ലോകമാണ്. ഇപ്പോൾ പരിധിയില്ലാത്ത ബാബ കുട്ടികൾക്ക് സമ്പത്ത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബാബയുടെ കൈ ലഭിച്ചിട്ടുണ്ട്. ബാബയുടെ സഹായമില്ലാതെ നിങ്ങൾ വിഷയവൈതരണി നദിയിൽ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പകുതിക്കൽപ്പം ഭക്തിയാണ്. ജ്ഞാനം ലഭിക്കുന്നതിലൂടെ നിങ്ങൾ പുതിയ ലോകമായ സത്യയുഗത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ഈ നിശ്ചയമുണ്ട്, നമ്മൾ ബാബയെ ഓർമ്മിച്ച് പവിത്രമായി മാറും. പിന്നീട് പവിത്ര രാജ്യത്തിൽ വരും. ഈ ജ്ഞാനവും ഇപ്പോൾ പുരുഷോത്തമ സംഗമയുഗത്തിലാണ് നിങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ഇപ്പോഴാണ് നിങ്ങൾ മോശമായതിൽ നിന്നും സുന്ദരമായ മുള്ളിൽ നിന്നും പൂക്കളായി മാറിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് ആക്കി മാറ്റുന്നത്? ബാബ. ബാബയെ അറിയണം. നമ്മൾ ആത്മാക്കളുടെ പരിധിയില്ലാത്ത അച്ഛനാണ് ബാബ. ലൗകിക അച്ഛനെ പരിധിയില്ലാത്ത ബാബ എന്ന് പറയുകയില്ല. പാരലൗകിക ബാബ
ആത്മാക്കളുടെ കണക്ക് പ്രകാരം എല്ലാവരുടെയും ബാബയാണ്. എങ്കിലും ബ്രഹ്മാവിനും കർത്തവ്യമുണ്ടല്ലോ. നിങ്ങൾ കുട്ടികൾ എല്ലാവരുടെയും കർത്തവ്യത്തെക്കുറിച്ച് അറിഞ്ഞു. വിഷ്ണുവിൻ്റെയും കർത്തവ്യമെന്തെന്ന് അറിഞ്ഞു. എത്ര അലങ്കരിച്ചിട്ടുണ്ട്. സ്വർഗത്തിൻ്റെ അധികാരി ആണല്ലോ. ഇതും സംഗമത്തിലേതാണെന്ന് പറയും. മൂലവതനം, സൂക്ഷ്മവതനം, സ്ഥൂലവതനം ഇതെല്ലാം സംഗമത്തിൽ വരുന്നുണ്ടല്ലോ. ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട് പുതിയ ലോകത്തിൻ്റെയും പഴയ ലോകത്തിൻ്റെയും സംഗമമാണെന്ന്. അല്ലയോ പതിത പാവന, വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നുമുണ്ട്. പാവന ലോകമാണ് പുതിയ ലോകം, പതിത ലോകമാണ് പഴയ ലോകം. പരിധിയില്ലാത്ത ബാബയ്ക്കും പാർട്ടുണ്ട് എന്നറിയാം. രചയിതാവും സംവിധായകനുമാണല്ലോ. എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ബാബ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ബാബയെ മനുഷ്യൻ എന്ന് പറയുകയില്ല. ബാബയ്ക്ക് ശരീരമില്ലല്ലോ. ബാക്കി എല്ലാവരെയും മനുഷ്യൻ അല്ലെങ്കിൽ ദേവത എന്ന് പറയും. ശിവബാബയെ ദേവതയെന്നോ മനുഷ്യനെന്നോ പറയാൻ സാധിക്കുകയില്ല. കാരണം ബാബയ്ക്ക് ശരീരം തന്നെയില്ല. ഇത് തൽക്കാലത്തേക്ക് എടുത്ത ശരീരമാണ്. സ്വയം പറയുകയാണ്, മധുരമായ കുട്ടികളെ, ഞാൻ ശരീരമില്ലാതെ എങ്ങനെ രാജയോഗം പഠിപ്പിക്കും? എന്നെ മനുഷ്യർ കല്ലിലും മുള്ളിലും ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ വരുന്നതെങ്ങനെയാണെന്ന് നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലായി. ഇപ്പോൾ നിങ്ങൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യർക്കും ഇത് പഠിപ്പിക്കാൻ സാധിക്കില്ല. ദേവതകൾ എങ്ങനെ സത്യയുഗി രാജ്യപദവി നേടി? തീർച്ചയായും പുരുഷോത്തമ സംഗമയുഗത്തിൽ രാജയോഗം പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതെല്ലാം സ്മരിച്ച് നിങ്ങൾ കുട്ടികൾക്ക് അളവില്ലാത്ത സന്തോഷമുണ്ടായിരിക്കണം. നമ്മളിപ്പോൾ 84ന്റെ ചക്രം പൂർത്തിയാക്കി. ബാബ കൽപ്പകൽപ്പം വരുന്നു. ബാബ സമയം പറയുകയാണ്, ഇത് വളരെ ജന്മങ്ങളുടെ അന്തിമ ജന്മമാണ്. ശ്രീകൃഷ്ണൻ സത്യയുഗത്തിലെ രാജകുമാരനായിരുന്നു. കൃഷ്ണൻ തന്നെയാണ് 84ന്റെ ചക്രം കറങ്ങുന്നത്. നിങ്ങൾ ശിവന്റെ 84 ജന്മം എന്ന് പറയുകയില്ല. നിങ്ങളിലും നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ചാണ് അറിയുന്നത്. മായ വളരെ കടുത്തതാണ്. ഒരാളെയും വിടുകയില്ല. ഇത് ബാബയ്ക്ക് നല്ല രീതിയിൽ അറിയാം. ബാബ അന്തര്യാമിയാണെന്ന് മനസ്സിലാക്കരുത്. അല്ല, ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലൂടെ അറിയാൻ സാധിക്കും. വാർത്തകൾ വരുന്നുണ്ട്, മായ ഒറ്റയടിക്ക് പച്ചയോടെ വിഴുങ്ങി. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നിങ്ങൾ കുട്ടികൾ അറിയാത്തതുണ്ട്. ബാബയ്ക്ക് അതെല്ലാം തന്നെ അറിയാം. എന്നാലും മനുഷ്യർ പിന്നെയും മനസ്സിലാക്കും ബാബ അന്തര്യാമിയാണെന്ന്. ബാബ പറയുന്നു, ഞാൻ അന്തര്യാമി അല്ല. ഓരോരുത്തരുടെയും പെരുമാറ്റത്തിലൂടെ എല്ലാം അറിയാൻ സാധിക്കും. വളരെ മോശമായാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാബ കുട്ടികളെ ജാഗരൂകരാക്കി മാറ്റുകയാണ്. മായയിൽ നിന്ന് സംരക്ഷിക്കണം. മായ ഇങ്ങനെയാണ്, ഏതെങ്കിലും രൂപത്തിൽ വന്ന് ഒറ്റയടിക്ക് വീഴ്ത്തും. പിന്നീട് ബാബ എത്ര മനസ്സിലാക്കി തന്നാലും ബുദ്ധിയിൽ ഇരിക്കുകയില്ല. അതിനാൽ കുട്ടികൾക്ക് വളരെ ജാഗ്രതയോടെ ഇരിക്കണം. കാമം മഹാശത്രുവാണ്. ഞാൻ വികാരത്തിൽ പോയി എന്ന് അറിയുക പോലുമില്ല. ഇങ്ങനെയും സംഭവിക്കാറുണ്ട്. അതിനാൽ ബാബ പറയുന്നു, അഥവാ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയൂ, ഒളിപ്പിക്കരുത്. അല്ലെങ്കിൽ 100 മടങ്ങ് പാപമായി തീരും. അത് ഉള്ളിൽ കുത്തിക്കൊണ്ടിരിക്കും, ഒറ്റയടിക്ക് വീഴ്ത്തും. സത്യമായ ബാബയോടൊപ്പം പൂർണ്ണമായും സത്യമായിട്ടിരിക്കണം. അല്ലെങ്കിൽ വളരെ വളരെ നഷ്ടമുണ്ടാകും. മായ ഈ സമയം വളരെ കടുത്തതാണ്. ഇത് രാവണ രാജ്യമാണ്. നമ്മൾ ഈ പഴയ ലോകത്തെ ഓർമ്മിക്കുന്നത് എന്തിനാണ്? നാം പുതിയ ലോകം ഓർമ്മിക്കണം.
അവിടേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ പുതിയ വീടുണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കറിയാമല്ലോ എനിക്ക് വേണ്ടി കെട്ടിടം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. സന്തോഷമുണ്ടായിരിക്കും. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. നമുക്ക് വേണ്ടി പുതിയ ലോകം, സ്വർഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ തീർച്ചയായും വസിക്കാനുള്ള വീടുണ്ടാകും. ഇപ്പോൾ നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകുന്നവരാണ്. എത്രത്തോളം ബാബയെ ഓർമ്മിക്കുന്നുണ്ടോ അത്രത്തോളം സുഗന്ധമുള്ള പൂക്കളായി മാറും. നമ്മൾ വികാരങ്ങൾക്ക് വശപ്പെട്ട് മുള്ളായി മാറിയിട്ടുണ്ടായിരുന്നു. ബാബയ്ക്കറിയാം മായ പകുതി പേരെയും അപ്പാടെ വിഴുങ്ങുന്നുവെന്ന്. നിങ്ങൾക്കും അറിയാം ആരാണോ വരാതിരിക്കുന്നത് അവർ തീർച്ചയായും മായയ്ക്ക് വശപ്പെട്ട് കഴിഞ്ഞു. ബാബയുടെ അടുത്ത് വരികയേയില്ല. ഇങ്ങനെ മായ വളരെ പേരെ തിന്നു തീർത്തു. വളരെ നല്ല നല്ല കാര്യങ്ങളാണ് പറഞ്ഞു പോയത്. ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യും, ഇതെല്ലാം ചെയ്യും. ഞാൻ യജ്ഞത്തിന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറാണ്. ഇന്ന് അവരൊന്നും ഇല്ല. നിങ്ങളുടെ യുദ്ധം മായയുമായാണ്. മായയോടൊപ്പം എങ്ങനെ യുദ്ധം ചെയ്യും? ലോകത്തിലുള്ള ആർക്കും ഇതറിയുകയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ബാബ ജ്ഞാനത്തിന്റെ 3ാം നേത്രം നൽകി. ഇതിലൂടെ നിങ്ങൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നു കഴിഞ്ഞു. ആത്മാവിന് തന്നെയാണ് ഈ ജ്ഞാന നേത്രം നൽകിയിട്ടുള്ളത്. സ്വയത്തെ നിങ്ങൾ ആത്മാവെന്ന് മനസ്സിലാക്കൂ എന്ന് അപ്പോഴാണ് ബാബ പറയുന്നത്. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ. ഭക്തിയിലും നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങ് വരികയാണെങ്കിൽ അങ്ങയിൽ ബലിയർപ്പണമാകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ ബലിയർപ്പണമായി മാറും? ഇത് അല്പം പോലും അറിയുമായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ആത്മാക്കൾ എങ്ങനെയാണോ അതുപോലെയാണ് ബാബയും. ബാബയുടേത് അലൗകിക ജന്മമാണ്. നിങ്ങൾ കുട്ടികളെ എത്ര നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ബാബ സ്വയം പറയുകയാണ്, ഓരോ കൽപ്പവും ആരാണോ ബാബയായിരുന്നത് അതേ ബാബ തന്നെയാണ് ഞാൻ. നമ്മൾ ബാബ ബാബ എന്ന് പറയുന്നു. ബാബ കുട്ടികളെ കുട്ടികളെ എന്ന് പറയുന്നു. ബാബ ടീച്ചറുടെ രൂപത്തിൽ രാജയോഗം പഠിപ്പിക്കുകയാണ്. മറ്റൊരാൾക്കും രാജയോഗം പഠിപ്പിക്കാൻ സാധിക്കില്ല. നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുകയാണ്. ഇങ്ങനെയുള്ള ബാബയുടേതായി മാറി ഈ ടീച്ചറിൽ നിന്ന് പഠിപ്പ് എടുക്കണം. സന്തോഷത്താൽ ഗദ്ഗതമുണ്ടാകണം. അഥവാ മോശമായി മാറുകയാണെങ്കിൽ പിന്നീട് സന്തോഷം ഉണ്ടാകുകയില്ല. എത്ര തന്നെ തലയിട്ടുടച്ചാലും അത് നമ്മളെപ്പോലെ ആയിരിക്കുകയില്ല. ഇവിടെ മനുഷ്യർക്ക് എത്ര കുലനാമങ്ങളാണ്. നിങ്ങളുടെ കുലനാമം നോക്കൂ, എത്ര വലുതാണ്. ഇത് ഉയർന്നതിലും ഉയർന്ന മുതുമുത്തച്ഛനായ ബ്രഹ്മാവാണ്. ബ്രഹ്മാവിനെ ഒരാളും അറിയുന്നില്ല. ശിവബാബയെ സർവവ്യാപി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാവിനെ ആർക്കും അറിയുകയുമില്ല. ബ്രഹ്മ, വിഷ്ണു, ശങ്കരന്റെ ചിത്രമെല്ലാം ഉണ്ട്. ബ്രഹ്മാവിനെ സൂക്ഷ്മവതനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ജീവചരിത്രമൊന്നും അറിയില്ല. സൂക്ഷ്മവതനത്തിൽ ബ്രഹ്മാവിനെ കാണിക്കുന്നുണ്ട്. പിന്നീട് പ്രജാപിത ബ്രഹ്മാവ് എവിടെ നിന്ന് വന്നു? അവിടെ കുട്ടികളെ ദത്തെടുക്കുമോ? ആർക്കും അറിയുകയില്ല. പ്രജാപിത ബ്രഹ്മാവ് എന്ന് പറയും, എന്നാൽ ജീവചരിത്രം അറിയുകയില്ല. ഇതെന്റെ രഥമാണെന്ന് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. വളരെ ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിൽ ഞാൻ ആധാരമാക്കി എടുത്തിരിക്കുകയാണ്. ഈ പുരുഷോത്തമ സംഗമയുഗം ഗീതയുടെ അധ്യായമാണ്. മുഖ്യമായത് പവിത്രതയാണ്. എങ്ങനെ പതീതത്തിൽ നിന്നും പാവനമായി മാറാം? ഇത് ലോകത്തിലെ ഒരാൾക്കും അറിയുകയില്ല. ദേഹസഹിതം എല്ലാത്തിനെയും മറക്കൂ എന്ന് സന്യാസിമാർ പറയുകയില്ല. ഒരു ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ മായയുടെ പാപകർമ്മങ്ങളെല്ലാം ഭസ്മമാകും. ഗുരുക്കന്മാർ ഇങ്ങനെ പറയുകയില്ല.
ബാബ മനസ്സിലാക്കി തരികയാണ് എങ്ങനെയാണ് ബ്രഹ്മാവായി മാറിയത്. കുട്ടിക്കാലത്ത് ഗ്രാമത്തിലെ ബാലകനായിരുന്നു. 84 ജന്മമെടുത്തു, ആദ്യം മുതൽ അവസാനം വരെ. അതിനാൽ പുതിയതിൽ നിന്നും പഴയതായി മാറുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയുടെ പൂട്ട് തുറന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും, ധാരണ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ബുദ്ധിവാന്മാരായി മാറിയിരിക്കുകയാണ്. ആദ്യം ബുദ്ധിഹീനരായിരുന്നു. ഈ ലക്ഷ്മി നാരായണന്മാർ ബുദ്ധിവാന്മാരായിരുന്നു. പിന്നീടിവിടെ ബുദ്ധിഹീനരായി മാറി. ആദ്യം ഇവർ സ്വർഗത്തിന്റെ അധികാരികളായിരുന്നു. കൃഷ്ണൻ സ്വർഗത്തിലെ അധികാരിയായിരുന്നു. പിന്നീട് ഗ്രാമത്തിലെ ബാലകനായി മാറി. നിങ്ങൾ കുട്ടികൾക്ക് ധാരണ ചെയ്ത് പിന്നീട് തീർച്ചയായും പവിത്രമായി മാറണം. മുഖ്യമായത് പവിത്രതയുടെ കാര്യമാണ്. എഴുതാറുണ്ട്, മായ എന്നെ വീഴ്ത്തി എന്ന്. കണ്ണ് ക്രിമിനലായി മാറി. ബാബ പറയുന്നു, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ശരി, ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകണം. ബാബയെ ഓർമ്മിക്കണം. കുറച്ചു സമയത്തേക്ക് വേണ്ടി ശരീര നിർവഹണത്തിന് വേണ്ടി കർമ്മം ചെയ്ത് പിന്നീട് നമ്മൾ പോകും. ഈ പഴയ ലോകത്തിന്റെ വിനാശത്തിന് വേണ്ടി യുദ്ധം നടക്കുന്നുണ്ട്. ഇതും നിങ്ങൾ കാണണം, എങ്ങനെയാണ് നടക്കുന്നതെന്ന്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നുണ്ട്. നമ്മൾ ദേവതയായി മാറുകയാണെങ്കിൽ നമുക്ക് പുതിയ ലോകവും വേണം. അതിനാൽ വിനാശം തീർച്ചയായും ഉണ്ടാകും. നമ്മൾ ശ്രീമതത്തിലൂടെ തന്റെ പുതിയ രാജധാനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളുടെ സേവനത്തിന് ഉപസ്ഥിതനാണ്. നിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ പതിതരെ വന്ന് പാവനമാക്കി മാറ്റൂ എന്ന്. അതിനാൽ നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ സഹജമായി തന്നെ പറഞ്ഞു തരികയാണ്, മന്മന ഭവ. ഭഗവാന്റെ മഹാവാക്യമാണ്. എന്നാൽ കൃഷ്ണന്റെ പേര് നൽകിയിരിക്കുകയാണ്. ബാബയ്ക്ക് ശേഷമാണ് കൃഷ്ണൻ. ബാബ പരംധാമത്തിന്റെ അധികാരിയാണ്. കൃഷ്ണൻ വിശ്വത്തിന്റെ അധികാരിയാണ്. സൂക്ഷ്മവതനത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എല്ലാവരെക്കാളും നമ്പർ 1 ശ്രീകൃഷ്ണനാണ്. അതിനാൽ കൃഷ്ണനെ വളരെയധികം സ്നേഹിക്കുന്നു. ബാക്കി എല്ലാവരും അതിനു പിന്നാലെ വരുന്നവരാണ്. സ്വർഗത്തിലേക്ക് എല്ലാവർക്കും പോകാൻ സാധിക്കുകയില്ല. അതിനാൽ മധുരമധുരമായ കുട്ടികൾക്ക് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം. കൃത്രിമമായ സന്തോഷം നിലനിൽക്കില്ല. പുറത്തുനിന്നും വളരെയധികം കുട്ടികൾ ബാബയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ പവിത്രമായി ഇരിക്കുന്നില്ല. ബാബ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു, വികാരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വന്നത് എന്തിനാണ്. അപ്പോൾ പറയും, എന്തു ചെയ്യും, വരാതിരിക്കാൻ സാധിക്കുന്നില്ല. ദിവസവും വരുന്നുണ്ട്, എപ്പോഴാണ് അമ്പ് തറയ്ക്കുക എന്ന് പറയാൻ സാധിക്കുകയില്ലല്ലോ. അല്ലാതെ മറ്റാര് സദ്ഗതി നൽകും. വന്നു പോകുമായിരുന്നു. മായ വളരെ ശക്തിശാലിയാണ്. നിശ്ചയമുണ്ട്, ബാബ നമ്മളെ പതീതത്തിൽ നിന്നും പൂക്കളാക്കി മാറ്റുകയാണ്. പക്ഷെ എന്തു ചെയ്യും. എങ്കിലും സത്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തീർച്ചയായും അവർ ശരിയായിട്ടുണ്ടാകും. ബാബയിലൂടെ മാത്രമേ മംഗളമുണ്ടാകൂ എന്ന നിശ്ചയം അവർക്കുണ്ടായിരുന്നു. ഈ സമയം എത്ര അഭിനേതാക്കളാണ്. ഒരാളുടെ മുഖം പോലെയല്ല അടുത്തയാളുടേത്. പിന്നീട് കൽപ്പത്തിന് ശേഷവും അതേ മുഖത്തിലൂടെ തന്നെ പാർട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കും. ആത്മാക്കളെല്ലാവരും ഫിക്സ് ആണല്ലോ. എല്ലാ അഭിനേതാക്കളും പൂർണ്ണമായും കൃത്യമായി പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരൽപ്പം പോലും വ്യത്യാസം ഉണ്ടാവുകയില്ല. എല്ലാ ആത്മാക്കളും അവിനാശിയാണ്. അവരിൽ അവിനാശി പാർട്ട് അടങ്ങിയിട്ടുണ്ട്. വളരെയധികം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. എത്രയാണ് മനസ്സിലാക്കി തരുന്നത്, എന്നിട്ടും മറന്നുപോകുന്നു, മനസ്സിലാക്കുന്നില്ല. ഇതും ഡ്രാമയിൽ ഉണ്ടാവണം. ഓരോ കൽപ്പവും
രാജധാനിയുടെ സ്ഥാപന ഉണ്ടാവുക തന്നെ വേണം. സത്യുഗത്തിൽ വരുന്നവർ കുറച്ചു പേരാണ്, അതും നമ്പർ വൈസ്. ഇവിടെയും ഒരുപോലെയല്ലല്ലോ. ഒരാളുടെ പാർട്ട് അവർക്ക് മാത്രമേ അറിയൂ, മറ്റാർക്കും അറിയുകയില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സത്യമായ ബാബയോടൊപ്പം സദാ സത്യമായിരിക്കണം. ബാബയിൽ പൂർണ്ണമായും ബലിയർപ്പണമായിരിക്കണം. 2. ജ്ഞാനം ധാരണ ചെയ്ത് ബുദ്ധിവാനായി മാറണം. ഉള്ളുകൊണ്ട് അളവില്ലാത്ത സന്തോഷത്തിലിരിക്കണം. ശ്രീമത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിയും ചെയ്ത് സന്തോഷം നഷ്ടപ്പെടുത്തരുത്. വരദാനം: ഡ്രാമയുടെ പോയിന്റിന്റെ അനുഭവത്തിലൂടെ സദാ സാക്ഷി സ്ഥിതിയുടെ സ്റ്റേജിൽ സ്ഥിതി ചെയ്യുന്ന അചഞ്ചലരും ദൃഢതയുള്ളവരുമായി ഭവിക്കട്ടെ. ഡ്രാമയുടെ പോയിന്റിൽ അനുഭവികളായിട്ടുള്ളവർ സദാ സാക്ഷി സ്ഥിതിയിൽ സ്ഥിതി ചെയ്ത് ഏകരസ അചഞ്ചല ദൃഢതാസ്ഥിതിയുടെ അനുഭവം ചെയ്യുന്നു. ഡ്രാമ പോയിന്റിന്റെ അനുഭവി ആത്മാവ് ഒരിക്കലും മോശമായതിൽ മോശം കാണാതെ നന്മയെ കാണൂ. അതായത് സ്വമംഗളത്തിന്റെ മാർഗം ദർശിക്കും. ആ മംഗളത്തിന്റെ കണക്ക് സമാപ്തമായി. മംഗളകാരിയായ അച്ഛന്റെ മക്കളാണ്. മംഗളകാരി യുഗമാണ്. ഈ ജ്ഞാനത്തിന്റെയും അനുഭവത്തിന്റെയും അതോറിറ്റിയിലൂടെ അചഞ്ചലരും ദൃഢതയുള്ളവരുമാകൂ. സ്ലോഗൻ: ആരാണോ സമയത്തെ അമൂല്യമെന്ന് മനസ്സിലാക്കി സഫലമാക്കുന്നവർ, അവർ സമയത്ത് വഞ്ചിക്കപ്പെടുകയില്ല. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തരായിരുന്ന് ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ജ്ഞാന ഖജനാവിലൂടെ ഈ സമയത്ത് തന്നെ മുക്തി, ജീവൻ മുക്തിയുടെ അനുഭവം ചെയ്യണം. എന്തു തന്നെ ദുഃഖവും അശാന്തിയുമാകട്ടെ, കാരണം വികാരമാണ്, അതിൽ നിന്ന് മുക്തമാകണം. അഥവാ ഏതെങ്കിലും വികാരം വന്നാൽ തന്നെയും വിജയിയാകണം, തോറ്റുപോകരുത്. അനേക വ്യർത്ഥ സങ്കല്പങ്ങൾ, വികൽപ്പങ്ങൾ, വികൽപ്പങ്ങളിൽ നിന്ന് മുക്തരാകുക, ഇതുതന്നെയാണ് ജീവൻ മുക്ത സ്ഥിതി. ഓം ശാന്തി.